ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും ക്ലീൻ കേരള കമ്പനിയിലും അംഗൻവാടികളിലും കൂടാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഭൂവിനിയോഗ വകുപ്പിൽ കൃഷി ഓഫീസർ, പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ജിയോളജി, പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ജിയോ ഇൻഫർമാറ്റിക്സ് ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സെപ്റ്റംബർ 26-ന് കൃഷി ഓഫീസർ, 27-ന് പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ജിയോളജി, 29-ന് പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ജിയോ ഇൻഫർമാറ്റിക്സ് തസ്തികയിലേക്കുള്ള അഭിമുഖം നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 18-നും 41-നും ഇടയിൽ പ്രായമുള്ള 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് കാഴ്ച, കേൾവി, പൊതു ആരോഗ്യം എന്നിവയ്ക്കുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അപേക്ഷകൾ സെപ്റ്റംബർ 30 വൈകിട്ട് 3-നകം നൽകണം. അപേക്ഷാ ഫോം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ലഭ്യമാണ്. അടുത്തത് വയനാട് എടവക ഗ്രാമപഞ്ചായത്ത് LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക് നിയമനം നടത്തുന്നുണ്ട്. SLC അല്ലെങ്കിൽ +2 ആണ് യോഗ്യത. LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി സെപ്റ്റംബർ 26-ന് രാവിലെ 11 മണിക്ക് എടവക പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ശിശു വികസന വകുപ്പിന് കീഴിലെ എമിലി അംഗൻവാടി കം കൃഷി ക്രഷ് ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. എമിലി 5ാം വാർഡ് സ്ഥിര താമസക്കാർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകൾ സെപ്റ്റംബർ 26-നകം നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ കോർപ്പറേഷൻ എളയാവൂർ സോണലിലെ എളയാവൂർ സൗത്ത്, കീഴ്ത്തള്ളി, കണ്ണോത്തുംചാൽ അങ്കണവാടികളിൽ പുതുതായി ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് സെന്ററിലേക്ക് ഹെൽപ്പർ, വർക്കർ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. +2 പാസ്സായവർക്ക് വർക്കർ തസ്തികയിലേക്കും SLC പാസ്സായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. 18-നും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സെപ്റ്റംബർ 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോറം നടാൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ശിശു വികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക നിയമനത്തിന് സെപ്റ്റംബർ 27-ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. BCom ടാലി പ്രാവീണ്യവും പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് 2ാം നില, സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരം 10 എന്ന വിലാസത്തിൽ രേഖകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, സെക്യൂരിറ്റി, ഡ്രൈവർ തസ്തികകളിൽ 179 ദിവസത്തേക്ക് കരാർ നിയമനമാണ്. നഴ്സിംഗ് ഓഫീസർക്ക് BSc നഴ്സിംഗും GNM കേരള നഴ്സിംഗ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനാണ് യോഗ്യത വരുന്നത്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ ഗവൺമെൻറ് അംഗീകൃത ANM കോഴ്സ് വിജയിച്ചിരിക്കണം. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഡ്രൈവർ തസ്തികയിലേക്ക് SLCയും ഹെവി ലൈസൻസുമാണ് യോഗ്യത വരുന്നത്. പ്രായപരിധി 18 മുതൽ 38 വയസ്സ് വരെയാണ്. സെക്യൂരിറ്റി തസ്തികയിലേക്ക് SLCയും ശാരീരിക ക്ഷമതയുമാണ് യോഗ്യത. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. എല്ലാ തസ്തികകളിലേക്കും 1 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 27-ന് ഉച്ചയ്ക്ക് 2-ന് മുൻപായി യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ പാർക്കിൽ കുട്ടികൾക്കും വനിതകൾക്കും യോഗ പരിശീലനം നൽകുന്നതിന് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സെഷന് 400 രൂപ നിരക്കിലായിരിക്കും വേതനം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസ് ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ള യോഗ അസോസിയേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 മുതൽ 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള വനിതകൾ യോഗ്യതയും പ്രായവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ബയോഡേറ്റ എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി സെപ്റ്റംബർ 26-ന് വൈകിട്ട് 5 മണി വരെയാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കുന്നന്താനം അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രോണിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിൽ ട്രെയിനർമാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള BE അല്ലെങ്കിൽ BTech ആണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ MTech അഭികാമ്യമാണ്. 3 വർഷത്തിൽ കുറയാത്ത
പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അസം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സെപ്റ്റംബർ 27 നടത്തുന്ന വാക്ക്-ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിയമസേവന പ്രവർത്തനങ്ങൾക്കായി പാരാ ലീഗൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ വിജ്ഞാനത്തോടൊപ്പം നൽകിയിരിക്കുന്ന നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷകൾ സെപ്റ്റംബർ 30 വൈകിട്ട് 5 മണിക്ക് മുമ്പ് അതാത് നിയമസേവന സ്ഥാപനങ്ങളിലും തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി, താലൂക്ക് ആസ്ഥാനത്തെ സേവന സമിതികളിലും സമർപ്പിക്കണം. വിശദമായ നോട്ടിഫിക്കേഷനും അപേക്ഷാ ഫോമിനും വേണ്ടി തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി, താലൂക്ക് ആസ്ഥാനത്തെ താലൂക്ക് നിയമസേവന സമിതികളിലും ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.